ഹലോ ഓൾ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, അദ്ദേഹത്തിൻ്റെ ചില ചേഷ്ടകളും അതിന് ന്യൂജൻ പിള്ളർ അതിനെ സ്വീകരിച്ച വിധവുമെല്ലാം വലിയ രൂപത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുമ്പോൾ തന്നെ കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. കേട്ടാൽ അറക്കുന്ന, ഒരിക്കലും നമുക്ക് ആലോചിക്കാൻ പോലും സാധിക്കാത്ത അത്രയും വലിയ തെറികൾ ഉപയോഗിച്ചുകൊണ്ട്, അത്രയും വലിയ വൃത്തികെട്ട വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായി അത്തരം ഗെയിമിങ്ങും അതുപോലെയുള്ള പിന്നെ റിയാക്ഷനുകളുമെല്ലാം ചെയ്യുന്ന വളരെ ടോക്സിക്കായ കാര്യങ്ങൾ തൻ്റെ യൂട്യൂബ് ചാനലുകളിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തി. നമുക്ക് അത്തരം ഒരു വ്യക്തിയെ കാണുമ്പോൾ എന്തുകൊണ്ടങ്ങനെ എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇദ്ദേഹമൊക്കെ ഉണ്ടായത് എന്നുള്ള ഒരു വിഷമമൊക്കെ തോന്നിയേക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് മറ്റു വല്ല പിന്നെ ചൈൽഡ്ഹുഡിലുള്ള എന്തെങ്കിലും ട്രോമ കാരണമായിരിക്കാം എന്നെല്ലാം മനസ്സിലാക്കി ആ വ്യക്തിയുടെ അത്തരം ഒരു രീതിയെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പക്ഷെ അതിനേക്കാളൊക്കെ നമുക്ക് വളരെയധികം അത്ഭുതം തോന്നിയിട്ടുള്ളത്, വളരെയധികം പ്രയാസം തോന്നിയിട്ടുള്ളത്, ഇങ്ങനെ ഒരു വ്യക്തി അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ വരവേൽക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നു, അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസ് ഉണ്ടാകുന്നു. ഇതെല്ലാമാണ് വളരെയധികം അത്ഭുതത്തോടു കൂടി നമ്മൾ നോക്കിക്കാണുന്ന ഒരു കാര്യം. ഇവിടെ നമ്മൾ ഈ ഒരു വിഷയത്തെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ഇതിൻ്റെ പിന്നാലെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ പറയും ഇങ്ങനെയൊക്കെ ഒരു ലോകം ഇവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ഈ രൂപത്തിലൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ടോ, നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ, കുറച്ച് കുട്ടികളെങ്കിലും ഇങ്ങനെയൊക്കെ ആയിപ്പോയോ, ഇത് വേറൊരു പാരലൽ വേൾഡ് ആണല്ലോ എന്നൊക്കെ ചില ആളുകളെങ്കിലും സംസാരിക്കുന്ന കാണുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇൻസ്റ്റാഗ്രാമിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഒന്ന് ഇവരെയൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, അവരല്ല നമ്മളാണ് പാരലൽ വേൾഡിൽ എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ ഒരു ന്യൂ ജെൻ എന്ന് പറയുന്ന ആ രൂപത്തിലേക്ക് ഒരു നോർമലൈസ് ചെയ്യപ്പെടുകയും നമ്മൾ അതിൽ നിന്നൊക്കെ പുറത്തു പോയിട്ടുണ്ട്. ഇതിനൊക്കെ വളരെ അത്ഭുതത്തോടു കൂടി കാണുന്ന ആളുകൾ പുറത്തു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് കേവലം ഒരു തൊപ്പിയെക്കുറിച്ചല്ല, ഇങ്ങനെയുള്ള ഒരുപാട് തൊപ്പികൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ആ തൊപ്പികൾ എങ്ങനെ ഉണ്ടാകുന്നു, അത് ഉണ്ടാകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള വളരെ ഗൗരവകരമായ ചർച്ചകൾ നമ്മൾ തുടങ്ങേണ്ടതുണ്ട്. അതിനുള്ള ഒരു തുടക്കം, അല്ലെങ്കിൽ അതിനുള്ള ഒരു തുടർച്ച എന്നുള്ള നിലക്ക് മാത്രമാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമതായി ഈ പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പിന്നെ ചൈൽഡ്ഹുഡിലെ അനുഭവങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ചെറുപ്പത്തിൽ അദ്ദേഹം ഒരു സ്കൂളിലായിരുന്നു. ആ സ്കൂളിലുള്ള ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു, മറ്റൊരു സ്കൂളിലേക്ക് മാറ്റി. അങ്ങനെ ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മാറ്റാനുള്ള കാരണമായി പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്, പ്രത്യേകിച്ച് റിലീജിയസ് കൂടിയായി നല്ല സ്ട്രിക്റ്റ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കാനുള്ള ഉപകരണങ്ങളോ മറ്റു കാര്യങ്ങളോ വാങ്ങാനൊന്നും പണം തരില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഒരു കടയിൽ പോവുകയും അവിടുന്ന് പൈസയെല്ലാം വാരിക്കൂട്ടുകയും എന്നിട്ട് ഓടുകയും ചെയ്തു. അങ്ങനെ നാട്ടുകാരൊക്കെ കെട്ടിയിട്ടടിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. അതിനുശേഷം അവൻ്റെ ഉപ്പ അവനോട് ഇതുവരേക്കും സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു അനുഭവം പറയുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ കാരണമായി പറയുന്നത് വെച്ചാൽ, വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റാണ് എന്നുള്ളതാണ്. അങ്ങനെ ആ സ്ട്രിക്റ്റായ പാരൻറ്റിങ് കൊണ്ട് എന്താ ഉണ്ടായത്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ആസ് പാരൻസ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, എന്തിനാണ് നമ്മൾ ഒരു സ്ട്രിക്റ്റ് പാരൻറ്റിങ്ങിനെയൊക്കെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും. എന്തിനാണ് യഥാർത്ഥത്തിൽ നമ്മൾ സ്ട്രിക്റ്റ് പാരൻറ്റിങ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു കാരണം എന്താണ്? നമ്മൾ പറയാം, കുട്ടികൾ നന്നാവാൻ വേണ്ടി, കുട്ടികൾ നല്ലവരായി ജീവിക്കാൻ വേണ്ടി എന്നൊക്കെ നമ്മൾ പറയും. ശരി, ഇപ്പം എന്താ സംഭവിച്ചതെന്താ? അവസാനം സംഭവിച്ചതെന്താ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും കുട്ടികളെ നല്ല രൂപത്തിൽ വളർത്തണം. അവർക്ക് ധാർമ്മിക ബോധത്തോടു കൂടി തന്നെ അവരെ ഏറ്റവും നല്ല വാല്യൂസ് പഠിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ വളർത്തേണ്ടതുണ്ട്. യാതൊരു സംശയമില്ല. പാരൻറ്റിങ് എന്ന് പറയുന്നത് അത്രമേൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്ട്രിക്റ്റ് ആവുക എന്നതിൻ്റെ പേരിൽ എല്ലാം ഇങ്ങനെ, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ഇങ്ങോട്ടേക്ക് പോകാൻ പാടില്ല, ഇങ്ങോട്ടേക്ക് നോക്കാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, എന്താ പാടില്ല എന്ന് പറയാൻ മാത്രമുള്ളവരായി പാരൻസ് മാറുന്നുണ്ടോ എന്നുള്ളത് ഈ കേസിൽ പ്രത്യേകിച്ചും നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. ശരിയാണ്, പല കാര്യങ്ങളും പാടില്ലാത്തത് തന്നെയാണ്. അത് പാടില്ല എന്ന് കുട്ടികളോട് പറയേണ്ടതും തന്നെയാണ്. പക്ഷേ അത് പറയേണ്ട രൂപത്തിൽ പറയണം. ഇപ്പോൾ റിലീജിയസ് ആയിട്ടാണെങ്കിൽ അത് പാടില്ല, അത് മതപരമായി പാടില്ല. അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സോഷ്യലി അത് ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ് എന്ന രൂപത്തിൽ മാത്രം പറയുന്നതിനപ്പുറത്ത് കുട്ടികളോട് എന്തുകൊണ്ടത് പാടില്ല എന്നത് കൂടി കൺവിൻസ് ചെയ്യാൻ യഥാർത്ഥത്തിൽ പാരൻസിന് സാധിക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അതിന് വല്ല അർത്ഥം ഉണ്ടാകുന്നുള്ളൂ.
ഇത് പാടില്ല പാടില്ല. കുട്ടികൾ ഇത് കേൾക്കുമ്പോൾ എന്താണ് അവരുടെ മനസ്സിൽ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം അവരിങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ഏതിലേക്ക് പോകുമ്പോഴും അവിടെയൊക്കെ പാരൻസ് ഒരു ബാരിയർ ആയിക്കൊണ്ട് അത് പാടില്ല, ഇത് പാടില്ല, ഇത് പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ അവർ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ഫ്രീഡത്തിന്, ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്, ഞങ്ങളുടെ ഇഷ്ടത്തിനെല്ലാം എതിരായി നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഈ പാരൻസും സൊസൈറ്റിയുമെല്ലാം. അപ്പോൾ സ്വാഭാവികമായും ഒരു റിബൽ മെൻറ്റാലിറ്റി ഉണ്ടാകുന്നു. ഇത് അതിനപ്പുറം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസ് എടുത്ത് നോക്കുക. ഗെയിം ഇൻസ്ട്രുമെൻറ്റ്സ് വാങ്ങാൻ വീട്ടിൽ നിന്ന് സമ്മതിക്കുന്നില്ല. ശരിയാണ്, ഗെയിം ഇൻസ്ട്രുമെൻറ്റ്സ് പല രൂപത്തിൽ കുട്ടികളുടെ സമയം കൊല്ലിയാണ്, പഠനത്തെ ബാധിക്കും, ഒരുപാട് തരത്തിൽ അതിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഗെയിം കളിച്ചിരിക്കുക എന്നുള്ളത്, അതിനൊരു അഡിക്റ്റ് ആവുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ എന്താ ചെയ്യുക? ഇല്ല, ഇവിടുന്ന് ഗെയിം വാങ്ങിത്തരില്ല, അല്ലെങ്കിൽ ഗെയിമിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് വാങ്ങിത്തരില്ല, അതിനുള്ള ഒരു കാര്യവും ഞാൻ ഇവിടുന്ന് ചെയ്തു തരില്ല, അത് പാടില്ലാത്തതാണ് എന്ന് പറയുന്നതിനപ്പുറത്ത് എന്തുകൊണ്ട് പാടില്ല? അത് നിൻ്റെ ഭാവിയിലേക്ക്, നിൻ്റെ പഠനത്തെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഗെയിം കളിക്കാനാണെങ്കിൽ ചെറിയ രൂപത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് നിങ്ങൾ മൊബൈലിലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കളിച്ചാൽ പോരെ. അതിനപ്പുറത്തേക്കൊക്കെ പോകുമ്പോൾ അതിനൊരു അഡിക്ഷൻ വരും. ആ അഡിക്ഷൻ കാരണം പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് നമുക്ക് ചുറ്റുപാടുള്ള കുറേ ന്യൂസൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ്. എന്നൊക്കെ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്താൽ ഒരുപക്ഷെ അവർക്ക് തന്നെ മനസ്സിലാകും എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അതെനിക്ക് വാങ്ങിച്ചു തരാത്തത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ മോഷണം, ആ മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു കുട്ടിക്ക് അവൻ്റെ പെട്ടെന്നുള്ളൊരു തോന്നലിൽ എന്ത് ചെയ്തു, ഒരു കടയിൽ കയറി പണമെടുത്ത് ഓടി. ആ ഓടി എന്നുള്ളത് തെറ്റ് തന്നെയാണ്, യാതൊരു സംശയമില്ല. അത് എതിർക്കേണ്ടത് തന്നെയാണ്, അതിന് ആ നിലക്ക് തന്നെ അതിനെ കൈകാര്യം ചെയ്യേണ്ടതാണ്. പക്ഷേ എന്നിട്ട് എന്താ ചെയ്തത്? ഇത്രയും കാലമായി മിണ്ടാതിരുന്നു. അതുകൊണ്ടിപ്പോൾ എന്താ ഉണ്ടായത്? അപ്പോൾ അവിടെ ആ ചെയ്തത് ശരിയാണോ? മറ്റൊരാളുടെ പണം നമ്മൾ എടുക്കുക എന്ന് പറയുന്നത് അത് മോശമായൊരു കാര്യമല്ലേ? നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല രൂപത്തിൽ ഏൺ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ട. അതിന് നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ തന്നെ പഠനം, മറ്റു കാര്യം, അങ്ങനെ ആ മോഷണം എന്നത് തെറ്റാണ് എന്ന് അവരെ കൺവിൻസ് ചെയ്യുന്നതിന് പകരം അവരോട് ഇനി മിണ്ടില്ല എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല കുട്ടികൾ ഉണ്ടാവണമെന്നാണ്. പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ നിലയ്ക്ക് കുട്ടികളുടെ ഒരു മനസ്സറിഞ്ഞുകൊണ്ട് അവരെ വളർത്താൻ പാരൻസ് എന്നുള്ള നിലക്ക് നമ്മൾ വലിയൊരു എഫേർട്ട് തന്നെ ഇടണം. ഇത് വലിയൊരു ബാധ്യത തന്നെയാണ്, യാതൊരു സംശയമില്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, അവരെ നമ്മൾ വളർത്തുമ്പോൾ അവരൊരു സോഷ്യൽ ബീയിങ് ആണ് എന്ന ഒരു ബോധ്യത്തോടു കൂടി വളർത്തുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഒരു വളരെ സ്വാർത്ഥരായ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ ഉണ്ടാക്കി വിടുന്നുണ്ടോ എന്നുള്ളത് ഒരു ചെറിയൊരു സംശയമാണ്. അപ്പോൾ നിങ്ങളൊരു സൊസൈറ്റിയുടെ ഭാഗമാണ്. സൊസൈറ്റിയിൽ കൊണ്ടും കൊടുക്കലുകളും ഉണ്ടാകും. മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്താൽ അത് നമുക്ക് തന്നെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ സ്വാർത്ഥരാകാൻ പാടില്ല. നമ്മുടെ ചുറ്റിലുമുള്ള സൊസൈറ്റിയെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് നമ്മളുടെ കാര്യം മാത്രം നോക്കുക എന്നുള്ളതിനപ്പുറത്ത് സൊസൈറ്റി ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ് എന്ന രൂപത്തിൽ അവരൊരു സോഷ്യൽ ബീയിങ് ആണ് എന്നൊരു ബോധ്യം അവരിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ഏറ്റവും പ്രധാനമായി നമുക്ക് ചെയ്യാൻ ഒരു സോഷ്യൽ ഗ്യാതറിങ്ങുകളിലും അതുപോലെയുള്ള അങ്ങനെയുള്ളൊരു സൊസൈറ്റിയുമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന്, സ്കൂള് വീട് അതിൻ്റെ അടുക്കുവാണെങ്കിൽ ട്യൂഷൻ സെൻറ്റർ എന്നുള്ള ആ ഒരു പാറ്റേണിൽ നിന്ന് മാറി കുറച്ചുകൂടിയൊക്കെ ഒരു സോഷ്യലൈസ് ചെയ്യാനുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫാമിലിയുമായുള്ള ബോണ്ടിങ് എന്ന് പറയുന്നത്. പാരൻസിനോട് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭീകര സ്വത്വങ്ങളായി പാരൻസിനെ ഇങ്ങനെ കാണുക എന്നുള്ളതിനപ്പുറത്ത് പാരൻസിനോട് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന, അത് എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും പ്രയാസങ്ങളാണെങ്കിലും അത് ഷെയർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ബോണ്ടിങ് പാരൻസുമായിട്ടും ഫാമിലിയുമായിട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പുറത്തേക്ക് മറ്റ് മാർഗ്ഗങ്ങൾ തേടി പോവില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നിലക്ക് ഫാമിലിയുമായുള്ള ബോണ്ടിങ്ങും സൊസൈറ്റിയുമായുള്ള ബോണ്ടിങ്ങും നല്ല രൂപത്തിൽ ഉണ്ടാക്കി സോഷ്യലൈസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതേപോലെ തന്നെ അവർക്ക് ഇപ്പോൾ കിട്ടുന്ന കുറേ ഇൻപുട്സ് ഉണ്ട് അല്ലേ? ബി യുവർ സെൽഫ്, നിങ്ങളായാൽ മതി, നിങ്ങൾ വേറൊന്നും നോക്കേണ്ടതില്ല അല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ. ശരിയാണ്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവകാശങ്ങളുണ്ട്. പക്ഷേ അത് ബി യുവർ സെൽഫ് എന്നുള്ളതിൻ്റെ അർത്ഥം ഒരിക്കലും നമ്മൾ ഇപ്പോൾ ഉള്ളതുപോലെ മതി, അതിനപ്പുറത്ത് യാതൊരു തിരുത്തലുകളും ആവശ്യമില്ല എന്നല്ല. ചില കറക്ഷൻസ്, എല്ലാവർക്കും തെറ്റുകളൊക്കെ സംഭവിക്കാം, എല്ലാവരുടെയും പേഴ്സണാലിറ്റികളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതിൽ നമ്മൾ കറക്ഷൻസ് വരുത്തണം. കറക്ഷൻസ് വരുത്തുമ്പോഴാണ് നമ്മൾ കൂടുതൽ നല്ല ഹ്യൂമൻ ബീയിങ് ആവുക എന്നൊരു ബോധ്യം പലപ്പോഴും ഇപ്പോഴത്തെ ന്യൂജൻ എന്ന് പറയുന്ന കുട്ടികൾക്ക് ഉണ്ടോ എന്നുള്ള സംശയമാണ്. അപ്പോൾ അത് കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുമ്പോൾ, ഈ സോഷ്യലൈസേഷൻ പറയുമ്പോൾ തന്നെ ഈ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായൊരു ആ ഒരു കണ്ണോടുകൂടിയാണ്, ഒരു നെഗറ്റീവ് മെൻറ്റാലിറ്റിയോടുകൂടിയാണ് കുട്ടികൾ കാണുന്നത്. അതിനപ്പുറത്തേക്ക്
നമ്മൾ ഒരു ബേസിക് ഫിലോസഫി അല്ലേ, വിത്ത് ഫ്രീഡം കംസ് ദ റെസ്പോൺസിബിലിറ്റി. എന്തിനാണ് നമുക്ക് സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസും കൂടി ഉണ്ടാകും എന്ന ഒരു ബോധ്യം അവർക്ക് കൊടുക്കാൻ സാധിക്കണം. ഫോർ എക്സാമ്പിൾ ഒരു നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ഫ്രീഡം കിട്ടുന്നപ്പോഴാണ്, നമുക്ക് വാഹനം ഓടിക്കാൻ ഫ്രീഡം കിട്ടുന്നത് നമുക്ക് ലൈസൻസ് കിട്ടുമ്പോഴാണ്. ആ ലൈസൻസ് എന്ന് പറയുന്നത് ഫ്രീഡമാണ്, അതോടൊപ്പം റെസ്പോൺസിബിലിറ്റീസുമാണ്. കാരണം റോഡിൻ്റെ കുറേ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ പാലിക്കാമെന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ് നമ്മൾ ലൈസൻസ് നേടുന്നത് കൂടി. അതായത് നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതേപോലെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ഇടപെടുമ്പോൾ ഏത് രൂപത്തിലാണെങ്കിലും ആ ഒരു വിത്ത് ഫ്രീഡം കംസ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ള ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബോധ്യം അവരിലേക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ വേണം ഇത്തരം വിഷയങ്ങളെ നമ്മുടെ മക്കൾക്ക് പതിയെ പതിയെ ഈ ഒരു ബോധം ഉണ്ടാക്കാതെ വേറൊരു നമ്മൾ ഈ പറയുന്ന പാരലൽ വേൾഡിലുള്ള ഇങ്ങനെ തെറി പറഞ്ഞും അത് ആസ്വദിച്ചും അതിനെ കയ്യടിച്ചും ഉള്ള ഒരു വലിയൊരു മോബ് ഉണ്ടായി വരുമ്പോൾ അതിൽ നമ്മുടെ മക്കൾ ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നത് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമുക്ക് കുട്ടികൾക്ക് അവരെ റിലേറ്റ് ചെയ്യുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ ഈ തെറി പറയുക എന്നുള്ളതൊക്കെ വലിയ എന്തോ സംഭവമാണ് എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഒരു കൂളാണ് എന്ന് വിചാരിക്കുന്നൊരു അവസ്ഥയിൽ നിന്ന് പലപ്പോഴും ഇത്തരം വിഷയങ്ങളുടെ ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാകുന്നത് നമ്മളിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, നിൻ്റെ ഫോട്ടോ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഒരു കമൻറ്റ് ഇത്തരം ഒരാൾ ചെയ്താൽ, അങ്ങനെ കമൻറ്റ് ചെയ്യുന്നതിലൂടെ നിൻ്റെ ഐഡിയിലേക്ക് ഒരുപാട് ആളുകൾ വരികയും നിൻ്റെ ഫോട്ടോക്ക് തീരെ നിൻ്റെ അച്ഛനെയും അമ്മയെയും അതുപോലെ തന്നെ പെങ്ങളെയും എല്ലാം തെറി പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും, നമുക്ക് എന്തായിരിക്കും അത് തോന്നുക? ഇതേപോലെ തന്നെയല്ലേ മറ്റുള്ളവർക്കും എന്ന രൂപത്തിൽ നമ്മളിലേക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാകും എന്ന ഒരു ചിന്ത, അത് യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ സ്പേസസ്, അതിന് ഈ സോഷ്യൽ മീഡിയ ലിറ്ററസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുട്ടികൾക്ക് കൊടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും ആലോചിക്കണം. ഇതൊക്കെ നമ്മൾ വിചാരിക്കും സോഷ്യൽ മീഡിയ അതിപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? തീർച്ചയായും നമ്മുടെ കാലം അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ തീർച്ചയായും അത് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയൊരു ചന്തയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഒരു ഐഡിയയിൽ നിന്ന് നമ്മളൊരു തെറി പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വൃത്തികേട് ഇട്ടാൽ അത് ആരും കാണില്ല, അല്ലെങ്കിൽ അതങ്ങനെ ഒരു വലിയൊരു കൂട്ടത്തിൽ അത് അങ്ങ് ലയിച്ചു പോകും എന്നുള്ളതിനപ്പുറത്ത് അത് നമ്മുടെ ഒരു വ്യക്തിത്വത്തെയാണ് ഒരു സോഷ്യൽ മീഡിയ സ്പേസിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളൊരു വലിയൊരു ആളുകൾ കൂടുന്ന ഒരു കല്യാണ സദസ്സിൽ പോയി ഈ തെറി പറയോ, നമ്മൾ കമൻ്റ് ഇടുന്ന ആ അതേ വാക്ക് നമ്മളൊരു കല്യാണ സദസ്സിൽ പോയി അല്ലെങ്കിൽ ഒരു ഫാമിലി ഫംഗ്ഷനിൽ പോയിട്ട് നമ്മൾ പറയുമെങ്കിൽ ഓക്കെ, ആ രൂപത്തിലേക്ക് നമ്മുടെ മനസ്സ് പോയിട്ടുണ്ട്, അത് വേറൊരു ചികിത്സ ആവശ്യമുള്ളൊരു വിഷയമാണ്. അതല്ല കുട്ടികൾ വിചാരിക്കുന്നത് വെച്ചാൽ ഞാനൊരു സോഷ്യൽ മീഡിയ എൻ്റെ മൊബൈലിൽ ഞാൻ മാത്രമല്ല ഇത് ശ്രദ്ധിക്കുന്നുള്ളൂ എന്ന ഒരു ചിന്തക്കപ്പുറത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയൊരു വളരെ വിസിബിലിറ്റി ഉള്ളൊരു കാര്യമാണെന്നുള്ളതും നമ്മുടെ പേഴ്സണാലിറ്റിയാണ് അതിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതുമെല്ലാം നമുക്ക് അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ ഇങ്ങനെയുള്ള തൊപ്പികൾ ജനിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഭാഗത്തൊരു സ്ട്രിക്റ്റ് പാരൻറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തിന് ഇത് ചെയ്യാതിരിക്കണം എന്ന് പോലും പഠിപ്പിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു പാരൻറ്റിംഗ് ആണ് ഒരു ഭാഗത്തെങ്കിൽ, മറുഭാഗത്തുള്ള ഒരു കൂൾ പാരൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോ, നമ്മളതിൽ ഇടപെടാൻ പോകണം, അവർ തെറി വിളിക്കുകയോ അല്ലെങ്കിൽ ഇമ്മാതിരി കാര്യങ്ങൾക്ക് പോവുകയോ അതിന് കയ്യടിക്കുകയോ എന്തോ ചെയ്തോട്ടെ എന്ന രൂപത്തിൽ പോകുന്ന വളരെ ഇറസ്പോൺസിബിളായി പോകുന്ന ഒരു അവസ്ഥ മറുഭാഗത്തുണ്ട്. രണ്ട് എക്സ്ട്രീമുകളുണ്ട്. അപ്പോൾ ഇതിന് നടുവിൽ നിന്നുകൊണ്ട് ഇതിനെ കൃത്യമായി ടാക്കിൾ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ പുതിയ തലമുറ ആ രൂപത്തിൽ ഇങ്ങനെയൊരു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഇനിയും പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം.